ഹലോ. സോ ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാണേ. സോ അതിന് വേണ്ടി നമ്മൾ കമ്മനഹള്ളിയിലുള്ള അരം റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് മെനു അത്രയും ഫുൾ അരിച്ചു പറക്കാണ് കേട്ടോ, എന്ത് പറയണമെന്ന് വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്ററിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു ഞങ്ങൾ ഒരു സാധനം പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മട്ടൻ കൊത്തു പൊറോട്ടയാണ് കേട്ടോ. ഞാൻ ചിക്കൻ കൊത്തു പൊറോട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇത് മട്ടനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു കുഴഞ്ഞ രൂപത്തിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് തുരുതുരാന്നല്ലേ കിട്ടുന്നത്. അതിനോട് ഒരു സ്പെഷ്യൽ ഗ്രേവിയും കൂടെ തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അത് ഫുൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഒരു 6-7 മട്ടൺ പീസസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മീഡിയം വലുപ്പമുള്ളത്. പിന്നെ ഈ ഒരു ഗ്രേവി കുറച്ചധികം സ്പൈസിയാണ്, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് ഒരുപാടെടുത്ത് ഒഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും ടേസ്റ്റ് ഒരു രക്ഷയില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ക്വാണ്ടിറ്റി ഡീസൻ്റ് ആയിരുന്നു, ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരു 6-7 ചിക്കൻ പീസസും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സാലഡാണ് അവർ തന്നിട്ടുള്ളത്. പിന്നെ മറ്റേ ഗ്രേവിയും തന്നിട്ടുണ്ടായി കേട്ടോ. അത് ഇത്തവണ ഞങ്ങൾ കുറച്ചേ ഉപയോഗിച്ചുള്ളൂ, കാരണം നല്ല സ്പൈസിയാണ്. പിന്നെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായി. ഒരു ഫ്ലേവേർഡ് ഫുൾ ആയിട്ടുള്ള ഒരു റൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം എരിവ് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ എന്താ ഒരു ലൈം ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ബിരിയാണിയും കഴിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു.